എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. രുചിയുടെ ഒരു പുതിയ ക്രിസ്മസ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ കേക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് തന്നെ, ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ക്രിസ്മസ് കേക്കാണ്. ക്രിസ്മസ് ട്രീസ്, ക്രിസ്മസ് കേക്കാണ് ഫസ്റ്റിലേ വരുന്നത്. അപ്പം നമുക്ക് എല്ലാവരും പ്ലം കേക്ക്സ് നാളുകൾക്ക് മുമ്പ് തന്നെ എല്ലാവരും റമ്മിനകത്തൊക്കെ ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ചെയ്ത് എല്ലാം നേരത്തെ തന്നെ വെച്ചിട്ട് സ്പെഷ്യൽ പ്ലം കേക്കൊക്കെ ഉണ്ടാക്കാൻ റെഡിയായിട്ട് എല്ലാവരും ഇരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് പ്ലം കേക്ക്സ് എന്ന് പറഞ്ഞാൽ ക്രിസ്മസിൻ്റെ സ്പെഷ്യലാണ്. പക്ഷേ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ബനാന കേക്ക്, ലൈക്ക് ബനാന വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ കേക്ക് എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങൾ, മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ബനാന തന്നെയാണ്. സോ അത് നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പഴുത്ത 2 ഏത്തക്കയാണ് എടുത്തിരിക്കുന്നത്. ഏത്തക്ക ഇങ്ങനെ ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഏത്തക്ക നമുക്കിവിടെ ഏത്തക്കയായിട്ടല്ല, നമ്മൾ അത് നല്ലതായിട്ട് ഫൈനായിട്ട് പേസ്റ്റ് ചെയ്താണ്, മിക്സിയിലിട്ട് അടിച്ചതാണ്. പിന്നെ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ വേറൊരു ബനാന നെയ്ക്കകത്ത് വരട്ടി എടുത്തിട്ടുണ്ട്. നെയ്ക്കകത്ത് നമ്മൾ സാധാരണ വരട്ടി എടുക്കാറുണ്ടല്ലോ, നമ്മൾ വൈകുന്നേരമൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ മുതിർന്നവർക്ക് ഒരു നേരത്തെ മീലായിട്ടൊക്കെ കൊടുക്കുന്ന പോലെ അങ്ങനെ എടുത്തേക്കുന്നത്. 2 മുട്ട, പഞ്ചസാര പൊടിച്ചത്, അളവുകളൊക്കെ ഞാൻ പറയാം, മൈദ, ബട്ടർ, പിന്നെ ആൽമണ്ട്സ്, പിന്നെ ഇത് പട്ട പൊടിച്ചത്, സിന്നമൺ പൊടിച്ചത്. ഇത് മാത്രമാണ് പ്രത്യേകമായിട്ട് പറയാനായിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നത്, വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തെടുക്കാവുന്ന റെസിപ്പി. നമുക്ക് ആദ്യമേ ഇതിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ആദ്യമേ തന്നെ ഏത്തയ്ക്ക ഫൈനായിട്ട്, നല്ല പഴുത്ത ഏത്തയ്ക്ക ഫൈനായിട്ട് അങ്ങ് നല്ലതായിട്ട് മിക്സിയിൽ നല്ലതായിട്ട് പേസ്റ്റ് ആക്കി വെക്കുക. അപ്പോൾ ആദ്യമേ നമുക്ക് ഈ ബട്ടറും പഞ്ചസാര, ഷുഗർ പൊടിച്ചതും, ഷുഗർ നമ്മൾ പൗഡേർഡ് ഷുഗറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും രണ്ടും കൂടെ ഒന്ന് നല്ലതായിട്ടൊന്ന് അടിക്കാം. 1 കപ്പ് ഷുഗറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതേ അളവിന് തന്നെ വേണം ബാക്കിയെല്ലാം അളക്കാനായിട്ട്. അര കപ്പ് ബട്ടർ, നമുക്ക് ഇതൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കേക്ക് മിക്സി വെച്ചിട്ട്, ഇത് കേക്ക് മിക്സി ഇല്ലാത്തവർ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ല ചെറിയ സ്പൂണോ അല്ലെങ്കിൽ നല്ലൊരു സ്പൂൺ വെച്ചിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. എൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് പറഞ്ഞു തരാം. കാരണം മൈദ എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യം കൂടി പറയാം. ഇതാദ്യമേ ഈ പഞ്ചസാര പൊടിച്ചതും ഈ ബട്ടറും കൂടി നന്നായിട്ട്, നമുക്ക് കടയിൽ അൺസോൾട്ടഡ് ബട്ടർ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ച് നമ്മൾ നല്ലതായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്യുക. കൈ കൊണ്ടാണെങ്കിലും നല്ലതായിട്ട് അങ്ങ് ഇളക്കി കൊടുത്തേച്ചാൽ മതി. നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുട്ട അതൊന്ന് 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടിച്ചതിലേക്ക് കൊടുക്കാം. നമ്മൾ സാധാരണ കേക്കിനൊക്കെ ഇത് മുട്ടയുടെ വെള്ളയും മുട്ടയുടെ ചുമപ്പൊക്കെ വേറെ മാറ്റി അങ്ങ് നല്ലതായിട്ട് പീക്കായിട്ട്
അടിച്ച് നല്ല വൃത്തിയാക്കാം. നമുക്ക് ഇതിനകത്ത് അതിൻ്റെ ആവശ്യമില്ല. 1/2 കപ്പ് ബട്ടർ, 1 കപ്പ് ഷുഗർ വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഇത് നല്ല ഫൈനായിട്ട് അങ്ങ് അടിക്കണം. അപ്പോൾ ആ പഞ്ചസാര പൊടിച്ചതെല്ലാം നല്ലതായിട്ട് അങ്ങ് അലുത്ത് ചേരുന്നത്. അപ്പം നമ്മൾ പഞ്ചസാര, ബട്ടർ, 2 മുട്ട ഇതും കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ശരിക്കും ആ മുട്ടയുടെ ഒരു പ്രത്യേക മണം ഉണ്ട്. ആ ടേസ്റ്റ് അതിൻ്റെ ഒരു മണം ഒന്ന് മാറിക്കിട്ടാനായിട്ട് നമുക്ക് ഒരല്പം വാനില എസൻസ് ഇതിലൊഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരല്പം ഈ പട്ട പൊടിച്ചത്, നമ്മൾ വേറെ ഇൻഗ്രീഡിയൻ്റ് ഒന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. സാധാരണ ചിലർ ഏലക്ക പൊടിച്ചതിടും. നമ്മൾ ഇതിനകത്ത് അല്പം പട്ടയാണ് ചേർക്കുന്നത്. അപ്പോൾ അതുകൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് ഇതിലേക്കിടാം. അപ്പോൾ ആ ഒരു പട്ടയുടെ മണം പ്രത്യേകം എടുത്ത് ഇതിനകത്ത് ആ കേക്കിനകത്ത് കിട്ടും. ഒരു 2 സ്പൂൺ ഏകദേശം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യും. ആ പട്ടയുടെ നല്ല ഫൈൻ പട്ടയായിരിക്കണം. എന്നാൽ അതിൻ്റെ ആ ഒരു മണം നമുക്ക് ഇടുമ്പോൾ തന്നെ അത് ആ പ്രത്യേക ടേസ്റ്റ് എടുത്ത് രുചിച്ചറിയണം നമ്മൾ. ഇനി നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ മിക്സിയല്ല ശരിക്കും നമ്മൾ നല്ലതായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന ഈ ഏത്തയ്ക്ക നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതായത് 2 ഏത്തയ്ക്ക നല്ലതായിട്ട് ഫൈനായിട്ട് ഇനി അത് ഒന്നുകൂടെ യോജിപ്പിക്കാം. നന്നായിട്ട് ആ മാവ് ഇതെല്ലാം കൂടെ ഇപ്പോൾ ശരിക്കും ആ പട്ടയുടെയും എസൻസിൻ്റെ മണം എല്ലാം കൂടെ നന്നായിട്ട് വരും. സാധാരണ മുട്ട കഴിക്കുമ്പോൾ ചിലർ കേക്കിനകത്തൊക്കെ ഒരു മുട്ടയുടെ മണം പ്രത്യേകം വന്നാൽ അതിലൊരു നമുക്കൊരു എന്തോ ഒരു വല്ലാത്ത പോലെ ചിലർക്ക് ഈ മുട്ടയുടെ മണം അത് ഇഷ്ടമില്ല അതൊക്കെ. അപ്പോൾ അതിൻ്റെ ആ മുട്ടയുടെ മണം ക്യാൻസൽ ചെയ്യുന്നതാണ് ഈ പട്ടയ. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. ശരിക്കും ഈ ഹാൻഡ് മിക്സി ഇല്ലെങ്കിൽ പോലും കുഴപ്പമില്ല ഇത്. ശരി, ഇനി നമ്മൾ ഇത് നന്നായിട്ട് ഇതെല്ലാം കൂടെ യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മാവ്, ഇത് മൈദയാണ്. മൈദ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മൈദ 1 കപ്പെന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതിനകത്തിട്ട് അത് നന്നായിട്ട് ഇടങ്ങിയത്, ഒരു 3 തവണ ഇടങ്ങിയതാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും, 2 ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ. അപ്പോൾ നമ്മളതിനകത്ത് കാണിച്ചില്ല, ഓൾറെഡി ഇടങ്ങി വെച്ചിരിക്കുമോ ഇത്. അപ്പം കാരണം പിന്നെ ഇവിടെ ഇടയാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ ഓൾറെഡി ഇത് ഇടങ്ങി വെച്ചിരിക്കുന്നതാണ്. 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ 3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടങ്ങിയ മാവാണിത്, മൈദ. അപ്പം മൈദ എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ തീരെ ലോ ക്വാളിറ്റി ഒക്കെ ഉണ്ട് മൈദ.
ഇപ്പോൾ നമ്മൾ കേക്കിന് ഉപയോഗിക്കുമ്പോൾ നല്ല ക്വാളിറ്റി മൈദ നല്ല പാക്കറ്റിലൊക്കെ കിട്ടുന്ന വാങ്ങിക്കണം. കാരണം അതിൻ്റെ ആ ടെക്സ്ചർ മാറും അല്ലെങ്കിൽ ആ കേക്കിൻ്റെ. അപ്പോൾ നല്ല മൈദ വേണം നമ്മൾ വാങ്ങിക്കുവാനായിട്ട്. എന്നിട്ട് ഇങ്ങനെ ഇടങ്ങി ഇത് മാറ്റി വെച്ചാൽ മതി. അളവ് ഞാൻ പറഞ്ഞല്ലോ, 1 കപ്പ് ഷുഗർ, 1 കപ്പ് മൈദ, 1/2 കപ്പ് ബട്ടർ, പിന്നെ ബാക്കിയുള്ളത് 2 മുട്ട, ഇത്രയും ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിതെല്ലാം കൂടെ ചേർത്തു. ഇനി നമ്മൾ ഈ മൈദ നമ്മൾ ഇടങ്ങി വെച്ചിരിക്കുന്ന മൈദ ഇതിലേക്ക് ചേർക്കാൻ പോവുകയാണ്. അപ്പം ഇനി നമുക്ക് ഈ മിക്സിയുടെ ആവശ്യമില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മൈദ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈ കൊണ്ട് തന്നെ ഇളക്കി വെച്ചാൽ മതിയാവും. അപ്പോൾ നമ്മളിതങ്ങ് ഓഫ് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ഈ ബട്ടർ, പിന്നെ പഞ്ചസാര, മുട്ട, ഇതിൻ്റെ എല്ലാം കൂടെ മിക്സ് ഇപ്പം നല്ലതായിട്ട് യോജിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനകത്ത് ചേർക്കാനുള്ളത് മാവ് മാത്രമോ. മാവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇടങ്ങി വെച്ചിരിക്കുന്ന മാവാണ്. അപ്പം നമുക്കിനി അത് ചേർക്കാൻ പോവുകയാണ്. ഞാനിവിടെ കുറച്ച് ആൽമണ്ട്സാണ് ഇതിനകത്ത് ചേർക്കുന്നത്. നമ്മളൊരു ഇച്ചിരി പൊടിയുമായിട്ട് മിക്സ് ചെയ്ത് ഇതിനകത്തോട്ട് ഇടുക. കാരണം പൊടിയുമായിട്ട് മിക്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ആൽമണ്ട്സ് അങ്ങ് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ശരിക്കും അങ്ങ് താന്നു പോകും. അപ്പോൾ അത് താന്നു പോകാതിരിക്കും അല്പം മാവുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. ഇനി നമ്മൾ കുറേശ്ശെയായിട്ട് നമുക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. അല്പം മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഇടയ്ക്ക് ഒന്ന് റൗണ്ട് ഒരു റൈറ്റിലോട്ട് നമ്മൾ ഒരേ പൊസിഷനിൽ വേണം നമ്മളിത് കറക്കാനായിട്ട്. നമ്മൾ ഇത് ചെയ്തിട്ട് നടുക്കൂടെ ഇങ്ങനെ ഒന്ന് വെട്ട്, കാരണം എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോവാനായിട്ട് നമ്മൾ കറക്കുന്നത് ഒരേ പൊസിഷനിൽ തന്നെ കറക്കാം. കുറച്ചായിട്ട് മാവിട്ട് കൊടുത്താൽ മതിയാവും. ബാക്കി മാവൂടെ ചേർത്ത് കൊടുക്കാം. അഥവാ മാവ് അല്പം ടൈറ്റായെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് അല്പം പാലോ അല്ലെങ്കിൽ അല്പം നല്ല ഇച്ചിരി വെള്ളം, തിളപ്പിച്ച വെള്ളമോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇച്ചിരി പാല് ചേർത്ത് കൊടുത്താലും മതിയാവും. ഒരല്പം പട്ടയുടെ പൊടി ഇവിടെ ഇരുന്ന് ഞാൻ അതുകൂടെ അങ്ങ് അതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്യുകയാണ്. നമ്മൾ ആ മാവിൻ്റെയൊക്കെ കൂട്ട് കറക്റ്റ് നോക്കിയിട്ട് വേണം നമ്മളത് മിക്സ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഈ മാവെല്ലാം നമ്മുടെ കൂട്ടി ചേർത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ആൽമണ്ട്സ് ഞാൻ ചെറിയ ഇതായിട്ട് ഞാൻ നട്ട്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും വാൾനട്ട്സ് യൂസ് ചെയ്യാം. ഇത് ആൽമണ്ട്സ് ആകുമ്പോൾ ഇച്ചിരി ഒരു ഇത് ആക്ച്വലി ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കാണ് ശരിക്കും ബനാന കേക്ക് എന്ന് പറയുമ്പോൾ. അപ്പം ശരിക്കും ഒരു ക്രിസ്മസ് കേക്കാണെന്ന് പറയാം. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ പ്ലം കേക്കാണ് ശരിക്കും. പക്ഷെ നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ ബനാന കേക്ക് ചെയ്ത്. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഈ ആൽമണ്ട്സും ഇതിനകത്തോട്ട് ചേർത്ത് കഴിഞ്ഞു. ആൽമണ്ട്സ് ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ഡയറക്റ്റ്ലി ചേർത്ത് കഴിഞ്ഞാൽ അല്പം പൊടിയായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങ് താന്നു പോകത്തില്ല. നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അത് കടിക്കാൻ കിട്ടും. ഇതിനകത്ത് റൈസിൻസ് ഒന്നും ചേർത്തിട്ടില്ല, വെറും ആൽമണ്ട്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ കേക്കിൻ്റെ കൂട്ട് തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഇത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഇതുണ്ട് ഇവിടെ ഷുഗർ കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷുഗർ കാരമലൈസ് ചെയ്യുന്ന എല്ലാവർക്കും എന്നറിയാം, നമുക്കത് വാങ്ങിക്കാൻ കിട്ടും. എന്നാലും ഒരു 1/2 കപ്പ് ഷുഗർ എടുത്ത് നമ്മൾ ഫ്രൈങ് പാനിനകത്ത് ഇട്ടൊന്ന് ചൂടായി അത് അലുത്ത് വരുന്ന സമയത്ത് അല്പം ഒരു 1/3 കപ്പ് എടുത്തിട്ട് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് അത് നല്ലതായിട്ട് ഇളക്കി വരുമ്പോൾ അതങ്ങ്
ലൂസായിക്കോളൂ. ആദ്യമേ ആ പഞ്ചസാര നല്ലതായിട്ട് അലിഞ്ഞ് ചേർന്നിട്ട് ഒരു ബ്രൗൺ കളറിലേക്ക് വരുമ്പോൾ അല്പം ചൂടുവെള്ളവും കൂടെ അതിനകത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ അതങ്ങ് ലൂസായി വരും. അത് ചിലർക്ക് അങ്ങ് നല്ല പാനി പോലെ ആണെങ്കിൽ അത് അങ്ങനെയാകാം. അതല്ല എന്നുണ്ടെങ്കിൽ അല്ലാതെ ഇച്ചിരി വെള്ളം പോലെ ഇരിക്കണമെങ്കിലും അതെങ്ങനെ വെളിയിലും നമുക്ക് അതിൻ്റെ രീതിക്ക് അനുസരിച്ച് ഒരു 1/2 കപ്പ് പഞ്ചസാര ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അല്പം ബനാന, ഇത് ഞാൻ വട്ടത്തിലരിഞ്ഞ് നമ്മൾ നെയ്ക്കകത്ത് ഉലർത്തി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ വരട്ടി നമ്മൾ പിള്ളേർക്കൊക്കെ കഴിക്കാൻ കൊടുക്കുമ്പോൾ ഇച്ചിരി പഞ്ചസാര വിതറി കൊടുക്കത്തില്ലേ. അപ്പോൾ ഞാൻ ഇത് നമ്മൾ കാരമലൈസ്ഡ് ഈ ഷുഗറിനകത്തോട്ട് അങ്ങ് ഇടുന്നെന്നുള്ളതേ ഉള്ളൂ. നമ്മളിതിലേക്ക് അങ്ങ് മിക്സ് ചെയ്യുക. ഇത് അപ്പോൾ ഒരു കാരമലൈസ്ഡ് ബനാനയുടെ ഒരു ടേസ്റ്റ് ഇത് കിട്ടാനായിട്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ബേസായിട്ട് നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ട് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഇച്ചിരി നേരം ഇടുക. ഇനി നമ്മൾ ഇത് കേക്ക് ബേക്ക് ചെയ്യാൻ പോകും. കേക്ക് ബേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി 180 ഡിഗ്രിയിൽ ഒരു 40 to 45 മിനിറ്റ്സ് ആണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം. അപ്പോൾ ആദ്യമേ ഒരു 10 മിനിറ്റ് കേക്ക് ഈ 10 മിനിറ്റെങ്കിലും നമ്മൾ ചൂടാക്കണം. അവൻ ചൂടാക്കിയതിന് ശേഷം വേണം നമ്മൾ ഓഫ് ചെയ്ത് നമ്മുടെ കേക്ക് സെറ്റ് ചെയ്യുക. 180 ഡിഗ്രി ഓൾമോസ്റ്റ് 40 മിനിറ്റ്സ് ആണ് ഇതിൻ്റെ ഇത് ശരിക്കും ആ കേക്ക്, അതായത് കേക്ക് ആകുന്ന ടൈം എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും ഞാൻ ഓൾറെഡി ഇതിങ്ങനെ ഓൾറെഡി ഇത് ഇത്രയും ടൈം എടുക്കുന്നത് കൊണ്ട് ഓൾറെഡി ഒരു കേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഓൾറെഡി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ്. അതിനകത്ത് അല്പം ബട്ടർ തൂക്കി കൊടുക്കുക. നല്ലതായിട്ട് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ബട്ടർ ഒന്നിട്ട് കൊടുത്ത് നമുക്ക് ശരിക്കും ബേക്കിംഗ് ട്രേസൊക്കെ ഇഷ്ടം പോലെ ഇപ്പം നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഈ കാരമലൈസ് ചെയ്ത ഈ ബനാന ഇതൊരു ബേസായിട്ട് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലായിട്ട് നമ്മൾ ഇടുകയാണ്. നമ്മൾ ഓരോന്നായിട്ട് അവിടെ ഇവിടെയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ചൂട കട്ടിക്കാണെങ്കിലും നമുക്ക് എടുക്കാം. അതല്ലെങ്കിൽ കട്ടി കുറച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടം അനുസരിച്ച് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന രീതിയിൽ. അപ്പോൾ ഒരു ടേസ്റ്റ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിൽ കിടക്കുന്നത്. അല്പം ഷുഗർ സിറപ്പ് വേണമെങ്കിൽ നമുക്കിതിലേക്ക് ഒരു ടേസ്റ്റ്, അതിൻ്റെ ഒരു ഏത്തക്കയുടെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്ത് ഞാൻ ബാക്കി വന്നത് ഒരു ഇച്ചിരി. നമുക്ക് ബാക്കി വന്ന ഈ കാരമലൈസ്ഡ് ഷുഗർ നമുക്ക് പിന്നീട് നമുക്ക് കേക്ക് ബേക്ക് ആയതിനു ശേഷം നമുക്ക് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും നന്നായിരിക്കും. അതിൻ്റെ കേക്കിൻ്റെ ടെക്സ്ചർ ഏകദേശം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല കട്ടിക്ക് നമുക്കിതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് ഇത് ബേക്ക് ചെയ്യാൻ വെക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ബേക്കിംഗ് ട്രേയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം.
അത് തന്നെ അങ്ങ് സ്പ്രെഡ് ആയിക്കോളും. നമ്മൾ സ്പ്രെഡ് ചെയ്യേണ്ട കാര്യമില്ല. അത് തന്നെ അത് ചൂടാകുമ്പോൾ തന്നെ അങ്ങ് സ്പ്രെഡ് ആയിക്കോളും. അപ്പം നമുക്കിനിയും ഈ കേക്ക് ഒന്ന് ബേക്ക് ചെയ്യാൻ വെക്കാം. നമ്മൾ ഒന്ന് വെക്കുന്നതിന് മുമ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ കാരണം ഇതിൻ്റെ എയർ എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറാനായിട്ട്. അപ്പോൾ ഇതിനി ഞാൻ പറഞ്ഞ പോലെ 40 മിനിറ്റ്സ് നമ്മൾ 180 ഡിഗ്രിയിൽ ഇതൊന്ന് ബേക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഓൾറെഡി 40 മിനിറ്റ്സ് എടുക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഓൾറെഡി ഒരു കേക്ക് ഞാൻ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് സെയിം ടെക്സ്ചർ തന്നെ, സെയിം കൂട്ട് വെച്ച് തന്നെ നമുക്കത് ഒന്നെടുക്കാം. ഇത് നമ്മളൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കും. അപ്പം നമ്മുടെ ഈ ക്രിസ്മസ് സ്പെഷ്യൽ കേക്ക് റെഡിയായി കഴിഞ്ഞു. ബനാന കേക്ക് സാധാരണ നമ്മൾ ബേക്കറീസിൽ നിന്നും അല്ലാതൊക്കെയുള്ള പ്ലം കേക്ക്സ് അല്ല വീടുകളിൽ തന്നെ പ്ലം കേക്ക്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു വെറൈറ്റി ആയിട്ട് നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ച് തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബനാന കേക്ക് തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന, ഒരുപാട് ഇൻഗ്രീഡിയൻസ് വേണ്ട, നമ്മുടെ കയ്യിലുള്ളത്. ഇപ്പോൾ ആൽമണ്ട്സ് ഇല്ലെങ്കിൽ നട്ട്സ് ഇടാം, റീസൺസ് ഇടണമെന്നില്ല ഇതിനകത്ത്. അല്ലാതെ തന്നെ നമുക്കുള്ളത് വെച്ച് നമുക്ക് ഈ ബനാന നമ്മൾ ഓൾറെഡി നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ നെയ്ക്കകത്തൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒരു ബേസൊക്കെ ഇട്ടുകൊണ്ട് ഇത് അപ്പം നമ്മളിത് തിരിച്ച് അപ്സൈഡ് ഡൗൺ തിരിച്ച് നമ്മൾ കേക്ക് തിരിച്ച് നമ്മൾ പാത്രത്തിലോട്ട് ഇടുന്ന സമയത്ത് ആ വട്ടത്തിലുള്ള ബനാനയാണ് മുകളിൽ വരുന്നത്. അപ്പോൾ അത് ഒരു വെറൈറ്റിയാണ്. ബനാന മുകളിൽ കാണുന്നത് കാരമലൈസ്ഡ് ബനാന ആയിരിക്കും മുകളിൽ വരുന്നത് തിരിച്ച് കേക്ക് നമ്മൾ തിരിച്ചിടുന്ന സമയത്ത്. അങ്ങനെ തന്നെ ഇത് ചെയ്തേക്കുന്നത് ഡെക്കറേഷൻസ് കൊണ്ട് ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. താങ്ക് യു.